എൻ്റെ മാതാവേ, ഈ അന്ത്യക്രിസ്തുവിൻ്റെ മുന്നിലാണോ എൻ്റെ മരണം? അലൻ്റെ ചോരത്തിളപ്പ് കൂട്ടി കൊലയ്ക്ക് കൊടുക്കാനുള്ള ഈസയുടെ സൈക്കോളജിക്കൽ മൂവ് അവൻ്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടു. സഖാക്കളായാലേ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഞാൻ ഏറ്റു, നാളെ ആവട്ടെ. പിറ്റേന്ന് ഇസയെയും ഗീതുവിനെയും കണ്ടതും സഖാവ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പതിയെ തലവെച്ചു. നകുലാണെങ്കിൽ ഇപ്പോൾ ഒടുക്കത്തെ കലിപ്പാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പിള്ളേരെ ചവിട്ടി പുറത്താക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. നകുലിൻ്റെ ക്ലാസ്സിൽ ഫുൾ ഓൺ എനർജിയുമായി ഇരിക്കുന്ന ഈ സമയം ഇത്തവണ ക്ലാസ്സിൽ നനഞ്ഞ കോഴിയെ പോലെ ഗീതുവിൻ്റെ തോളിൽ ചാരിയിരിക്കുന്നത് കണ്ടതും നകുലാശാന് ചോക്കെടുത്ത് ഒറ്റയേറായിരുന്നു. ആ ചോക്കിൻ്റെ വരവ് കണ്ടതും ഇസ സടകുടഞ്ഞെഴുന്നേറ്റ് നേരെയിരുന്നു. കൃത്യം അത് വീണത് നമ്മുടെ ഇസമ്മയുടെ കണ്ണിലാണ്. ആശാന്റെ ഒരു ഉന്നം. എന്താടോ, രാത്രി കോഴിയെ മോഷ്ടിക്കാൻ പോയിരുന്നു? ഇഷ്ടമല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കണമെന്നില്ല. ഞാൻ ആരെയും ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ക്ലാസ് എടുക്കുന്നവരെ കൂടി മടുപ്പിക്കാനായി ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കരുത്. ഇനി മേലാൽ എനിക്ക് സ്വയം പഠിക്കാനല്ല ഇതൊക്കെ. സർ, ഇവൾക്ക് നല്ല സുഖമില്ല, അതാണ്. ഗീതു ഇസക്കുള്ള വക്കാലത്തും കൊണ്ട് ചെന്നതും പിന്നെ അവളുടെ നേരെയായി നകുലിൻ്റെ ചോദ്യം. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ആട്ടെ, എന്താ ഇവളുടെ കുഴപ്പം? പണി പാളിയടി പൊട്ടി. ഇന്നലെ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് 2 മണിക്ക് റൂംമേറ്റ്സിനെ വിളിച്ചുണർത്തി റാപ്പ് സോങ് വെച്ച് ഡാൻസ് കളിച്ചല്ലേ ഇസമ്മയുടെ ദയനീയ നോട്ടം ഗീതുവിൻ്റെ നേർക്ക് പാഞ്ഞു. കഥകളി കാണിക്കാതെ കാര്യം പറയടി. ഉടായ്പാണെന്ന് നകുലിന് മനസ്സിലായെന്ന് കണ്ടെങ്കിലും പെട്ടെന്ന് ഗീതു അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു. ഇസയ്ക്ക് വയറുവേദനയാണ് സർ. നശിപ്പിച്ചു. അത് കേട്ടത് നകുൽ ഒന്നും മിണ്ടാതെ ബോർഡിൽ എഴുത്തു തുടർന്നു. ഇടക്ക് നകുൽ ഇസയെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ രണ്ടും സംസാരിച്ചിരിക്കുന്നു. എടി മോക്കാച്ചി, നിനക്ക് പറയാൻ വേറെ ഒരു അസുഖവും കിട്ടിയില്ലേ? എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തില്ലേ? നിനക്കതിന് വെച്ചിട്ടുണ്ടടി. പിന്നെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോഴല്ലേ മാനം. ഈ കാര്യം പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് മനസ്സിലാവൂ. നിന്നെ വെറുതെ വീഴുള്ളൂ. അതാ കോപ്പി ഞാൻ അങ്ങനെ പറഞ്ഞേ. പിന്നെ കാരണം പറഞ്ഞില്ലെങ്കിൽ അയാൾ പിടിച്ചു തൂക്കിക്കൊല്ലുമല്ലോ. എന്നാലും എൻ്റെ ഗീതു. എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും നകുൽ താടിയും തടവി ഗൗരവത്തിൽ അവരുടെ സംസാരം നോക്കി നിൽക്കുവാണ്. അത് ശ്രദ്ധിക്കാതെയാണ് രണ്ടിൻ്റെയും സംസാരം. വയ്യാത്ത കുട്ടിയും കൂട്ടിരിക്കുന്ന കുട്ടിയും ഒന്ന് എഴുന്നേറ്റേ. മരണം ഇയാളുടെ കൈകൊണ്ട് തന്നെയെന്ന് പറഞ്ഞ് രണ്ടും പതിയെ എഴുന്നേറ്റതും ലഞ്ച് ബ്രേക്കായി. നല്ലത് 4 പറയാൻ പറ്റാത്ത വിഷമത്തോടെയുള്ള നകുലിൻ്റെ പോക്ക് കണ്ടതും രണ്ടും കൂടി കൈകൊട്ടിയടിച്ചു. അയ്യോ പാവം, ചമ്മിപ്പോയി. ഒരുപാട് സന്തോഷിക്കേണ്ട ഇസമ്മ. പോയ പോലെ ചിലപ്പോൾ തിരിച്ചു വരും. അത് വരുമ്പോഴല്ലേ നീ വേഗം കഴിച്ചിട്ട് വായു. എനിക്ക് സഖാവിനെ ഒന്ന് കാണണം. ലഞ്ച് കഴിച്ച് രണ്ടാളും പോയത് അലനെ ചാക്കിലിട്ട് പിടിക്കാനായിരുന്നു. ഇസയും ഗീതുവും ചെല്ലുമ്പോൾ അലൻ ഒരു ജൂനിയറിനെ പിടിച്ച് വിരട്ടലാണ്. ഇസ ചെന്ന് തോളിൽ തട്ടിയതും ചുമ്മാ ഇരിക്കുന്ന മട്ടിൽ അലൻ അവൻ്റെ മേലൊന്ന് കുടഞ്ഞു. സഖാവേ. നല്ല പരിചയമുള്ള ശബ്ദമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ഇസമ്മ. എൻ്റെ പള്ളി, മാറി നിൽക്കടാ എന്ന് പറഞ്ഞൊരൊറ്റ ഓട്ടായിരുന്നു അലൻ. അലൻ്റെ പിന്നാലെ ഇസയും ഗീതുവും ഉണ്ടായിരുന്നു. ഓടുന്ന ഓട്ടത്തിൽ നകുൽ ആരോട് ഫോണിൽ കയർത്തുകൊണ്ട് വരുന്ന കണ്ടതും 3 ബ്രേക്കിട്ട പോലെ നിന്നു. ഗുഡ് മോർണിംഗ് സർ. 3 കൂടി ഒരുമിച്ച് പറഞ്ഞത് നകുൽ കയ്യിലെ വാച്ച് അലന് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു നിന്നു. ഓ, സമയം അതിക്രമിച്ചിരിക്കുന്നു. കണ്ണു തള്ളി വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അലൻ മനസ്സിൽ പറഞ്ഞു. സോറി സർ, ഗുഡ് ആഫ്റ്റർനൂൺ. നകുൽ ശരിയെന്ന് കൈ കാണിച്ച് ഇസയെ തിരിഞ്ഞു നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു. നടന്നകലുന്ന നകുലിനെ നോക്കി ഇസ വായും പൊളിച്ച് നിന്നതും അലൻ എസ്കേപ്പ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെച്ചതും മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ ഇസയുണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട്. എനിക്കറിയാം ഈ കുരിപ്പ് എന്നെയും കൊണ്ടേ പോകൂ. എനിക്കിപ്പോൾ അറിയണം. എപ്പോൾ പറയും? അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും. എന്നാ ചെല്ല്, പൊക്കോ. മനസ്സിൽ ഇസയെ തെറി പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സർ. ആരെയാണ് എന്നറിയാതെ എല്ലാവരും അലനെ ഒരു നോട്ടം. നകുൽ സർ. എന്താടാ, കയറി വാ. നകുൽ പത്രം നോക്കിക്കൊണ്ട് അലനോട് പറഞ്ഞു. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറയണം. സാറിന് പുറത്തേക്ക് വന്നാ. പോകരുത് നകുൽ. ഇതിനു മുൻപ് സാറിനെ ഇതേ ഫോമിൽ കൂട്ടിക്കൊണ്ടു പോയി പഞ്ഞിക്കിട്ടവനായി ഇവൻ. മലയാളം ഭാഷ അയാളുടെ പരദൂഷ നിഘണ്ടു തുറന്നതും അലൻ ആ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വിട്ടു. അതെന്തിനാ അലൻ? സാറന്മാരൊക്കെ പഞ്ഞിക്കിടാമോ? അത് പിന്നെ ഞങ്ങളുടെ പെങ്ങന്മാരെ തൊട്ട സാറാണേലും പ്രിൻസി ആയാലും ഞങ്ങൾ തല്ലും. നല്ല ശീലമാണ്. കീപ്പ് ഇറ്റ് അപ്പ്. അലൻ വന്ന കാര്യം പറ. അത് സാറൊന്ന് പുറത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അലൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. അതെന്താ, ഇവിടെ വെച്ച് പറയാൻ കൊള്ളില്ലേ? ഇല്ല സർ. അതെന്താ? നകുൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അലൻ കഥകളി തുടങ്ങി.
ഇവിടെ എല്ലാവരും കഥകളിക്കാരാണല്ലോ. കാര്യം പറയടോ. ആൺകുട്ടികൾ സംസാരിക്കാൻ ഇങ്ങനെ പരുങ്ങരുത്. സർ, അതൊരു ലവ് റിക്വസ്റ്റ് ആണ്. കേട്ടപാടെ നകുൽ എണീറ്റ് അലന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സഖാവിനെ ബ്രോക്കർ പണിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നോടെ നിർത്തിക്കോണം. സർ, ഒരുപാട് കാല് പിടിച്ച് നിർബന്ധിച്ചിട്ടാ. സാറിനോട് പറയാൻ ധൈര്യമില്ലത്രേ, പാവം കുട്ടിയാ എന്ന് നകുലിനോട് പറഞ്ഞുകൊണ്ട് മനസ്സിൽ മറ്റൊന്ന് പറഞ്ഞു. കാലല്ല, കുരിപ്പിന്റെ കൊരവള്ളിക്ക പിടിച്ചെന്ന് എനിക്കെല്ലാം അറിയൂ. ഏത് ബാച്ചിൽ നിന്നാ? അപ്പോൾ എല്ലാ ബാച്ചിൽ നിന്നും വരാറുണ്ടെന്ന് സംശയത്തോടെ നകുലിനെ നോക്കി. പറയടാ, ഏതവൾക്ക് എന്നെ പ്രേമിക്കേണ്ടത്? ഇത്തവണ കലിപ്പായിരുന്നു നകുലിൻ്റെ ചോദ്യം. ഫസ്റ്റ് ഇയറിലെ ഇസ. ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോ. അലൻ. എന്ത് സർ? അവളെ ഞാൻ വിളിക്കുന്നുവെന്ന് പറ. ഇപ്പോൾ ക്ലാസ് ടൈമായി, എന്നാലും വരാൻ പറ. അലൻ ശരിയെന്ന് തലകുലുക്കി അവിടെ നിന്നും ഇസയുടെ ക്ലാസ്സിലേക്ക് പോയി. അലൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അവൻ ഇസയോട് കാര്യം പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു പോയതും അടിമുടി വിറച്ചുകൊണ്ട് അവൾ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു ചെന്നു. നകുൽ സ്റ്റാഫ് റൂമിന് പുറത്ത് തൂണും ചാരി എന്തോ ചിന്തയിലാണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ സർ. ഇസ, ഇവിടെ വാടോ. മുഖത്തെ ചിരി കണ്ടിട്ട് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ പടച്ചോനെ. എൻ്റെ ഷയ്യന്മാരെ, എന്നെ മാത്രം കാത്തോളണേ. ഇവിടെ വാടി. സർ, നിനക്കെന്നോട് ചങ്കിൽ കത്തിയ പ്രണയമാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? സാറ് 5 സ്റ്റാർ പോലെ സോഫ്റ്റ് ആയിരുന്നു. ഹായ്, എന്താ ചിരി? അവൾ മനസ്സിലോർത്തുകൊണ്ട് നകുലിനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. അത് സർ. എന്താണ് സാർ പ്രണയം? അത് തന്നെയല്ലേ സർ? അറിയാതെ പറഞ്ഞതാണെന്ന് വെളിവായപ്പോഴേക്കും നകുലിസയെ നോക്കി താടിയും തടവി ഒരേ നിൽപ്പ്. ഉതുക പോലെ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, തൂവാനത്തുമ്പികൾ. കേട്ടിട്ട് പോലും ഇല്ലാത്തതുപോലെ ഇസ നകുലിൻ്റെ മുഖത്ത് നോക്കി നിന്നതും നകുൽ തുടർന്നു. ലോല, ഗീതാഞ്ജലി, ചാരുലത, നഷ്ടപ്പെട്ട നീലാംബരി, എക്സെട്ര. അങ്ങനെ പുസ്തകങ്ങളുടെ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരുന്നു. ഈ പറഞ്ഞതിലൊരു ബുക്ക് പോലും വായിച്ചിട്ടില്ല അല്ലേ? നല്ല ശീലമാണ്. ആദ്യം ലൈബ്രറിയിൽ ചെന്നും ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ടേബിളിന് മുകളിൽ വയ്ക്ക്. പൊക്കോ. നകുൽ പറഞ്ഞതനുസരിച്ച് ഇസ ലൈബ്രറി മുഴുവൻ അരിച്ചു പെറുക്കി. നകുൽ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ എടുത്ത് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ക്ലാസ് ടൈം കഴിഞ്ഞിരുന്നു. പുസ്തകങ്ങളുമായി കിതച്ചു നിൽക്കുന്ന ഇസയെ കണ്ടത് നകുലൊന്ന് ചിരിച്ചു. ക്ഷീണിച്ചോ ഇസ? കുറച്ച് വെള്ളം കുടിക്കുന്നോ? ഇല്ല സർ. ശരി, വേണ്ട. ഈ ആഴ്ച അവസാനിക്കുന്നതിനുള്ളിൽ ഇതിലെല്ലാ ബുക്കും വായിച്ചിരിക്കണം. എന്നിട്ട് ഞാനൊരു മറുപടി പറയാം. ഒരു പക്ഷേ നീ കേൾക്കാൻ കൊതിച്ചതാവാം, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാവാം. അപ്പോൾ ഇസമ്മ സ്ഥലം വിട്ടോ? ചെല്ല്. ഇസമ്മയോ? ഈ വിളി ഇയാൾക്ക് എങ്ങനെ അറിയാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ കോളേജിൽ നിന്നും ഇറങ്ങിയത്. ഹോസ്റ്റൽ ചെന്ന് കുളിച്ച് ഫ്രഷായതും ഒരു ജനാലവക്കിൽ പോയിരുന്ന ഇസമ്മ വായന തുടങ്ങി. പിറ്റേന്ന് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇസ നകുലിനോട് അല്പം സ്വാതന്ത്ര്യമെടുക്കാൻ തുനിഞ്ഞതും അവന് വിലക്കിയിരുന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞു വാ കേട്ടോ. എനിക്കെങ്ങും വയ്യ എല്ലാം കൂടി വായിക്കാൻ. സാർ ഈ ബുക്കെല്ലാം വായിക്കാൻ പറഞ്ഞതിന് ഉദ്ദേശം എന്താ? എന്നെ പ്രണയം പഠിപ്പിക്കാനോ അതോ ആരോ എഴുതി തീർത്ത പ്രണയം ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയോ? ആർക്കും കഴിയില്ല സർ അങ്ങനെയൊന്നും. സാറിന് എൻ്റെ ചോദ്യത്തിന് മറുപടി തരാനുമെങ്കിൽ തരൂ, അല്ലെങ്കിൽ ഞാൻ പോണു. വാ, പറയാം. അത് പറഞ്ഞ് നകുൽ അവളെയും പിടിച്ച് വാഗമര ചുവട്ടിലേക്ക് നടന്നു. നീ എന്ത് ഉദ്ദേശത്തിലാണിതൊക്കെ? എനിക്ക് സാറിനെ ഇഷ്ടമാണ്, എനിക്ക് സാറിനെ വേണം. അത് പറയുമ്പോഴേക്കും മിസയുടെ ശബ്ദം ചിലമ്പിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി നിനക്ക്? ഈ നിനക്കാണോ പേടിയെന്ന് അലൻ പറഞ്ഞത്? എനിക്കിഷ്ടമാണ്. ഡോ, കരയാതെ. ഇനി ഞാനൊരു കാര്യം പറയാം, ഇതിവിടെ നിർത്തിക്കൊള്ളണം. അതും പറഞ്ഞ് നകുൽ കയ്യിൽ നിന്നും ഒരു മോതിരം മൂരി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. താനിത് കണ്ടിട്ടാണോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? നകുൽ കയ്യിലെ മോതിരം ഉയർത്തി കാണിച്ചുകൊണ്ട് അവളോട് തുടർന്നു. പണ്ടേ കാരണവന്മാരെല്ലാം കൂടി പറഞ്ഞു വെച്ചതാ വൈകിയെ എനിക്ക് വേണ്ടി. അവൾക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ഒരു പക്ഷേ ഈ ബന്ധം നടക്കില്ലായിരിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞ 2 കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്നൊരു പവിത്ര ബന്ധം നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ടാണ് മറുത്തൊന്നും പറയാതെ ഇതും കയ്യിലിട്ട് നടക്കുന്നത്. ഇനി മറ്റൊന്നു കൂടി, മറ്റുള്ളവരോട് പെരുമാറിയതുപോലെ നിന്നെ ശകാരിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല ഞാനതിന് നിൽക്കാത്തത്. ഒരു തരത്തിൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ. പക്ഷെ നീയും ഞാനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് എല്ലാ കാര്യത്തിലും. ഈ അധ്യാപകർക്ക് അവരുടെ സ്റ്റുഡൻസ് മക്കളെ പോലെയാണെന്ന് പറയാറ്. അത് ഞാനായിട്ട് തിരുത്തുന്നില്ല.
അതുകൊണ്ട് മോള് പഠിച്ച് നല്ല നിലയിലെത്താൻ നോക്ക്. എന്നേക്കാൾ നല്ലൊരാൾ നിനക്കും കിട്ടും. നീ മിടുക്കിയല്ലേ. ഇതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നമായി കണ്ടാൽ മതി. ഇതിവിടെ കഴിഞ്ഞു. നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇനി ഈസമ്മ ക്ലാസ്സിലേക്ക് പൊക്കോ. അവൾ തിരിഞ്ഞു നടന്നതും അവൻ പിന്നിൽ നിന്നും ഒന്നുകൂടെ വിളിച്ചു. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് ഇസമ്മ നാളെ മുതൽ ശോകമടിച്ച് ക്ലാസ്സിലിരിക്കരുത് കേട്ടോ. പഴയ കുറുമ്പുത്തി പെണ്ണായി തന്നെ വന്നേക്കണം. വായ്നോട്ടവും കുറുമ്പുമെല്ലാം ഇത്തിരിയൊക്കെ ആവാം. ഞാൻ അതിനൊക്കെ സപ്പോർട്ടുമാണ് എന്ന് കരുതി മാഷന്മാരെ ഒന്നും വളക്കാൻ നോക്കണ്ട. എല്ലാം കേട്ടു നിന്നതല്ലാതെ ഇസ ഒരു മറുപടിയും പറഞ്ഞില്ല. നകുലെല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവളായി തന്നെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഇസമ്മ ഹോസ്റ്റലിലെത്തി ഒരേ കരച്ചിലായിരുന്നു. പിറ്റേന്ന് പഴയ പോലെ തന്നെ ക്ലാസ്സിൽ വന്ന് അലമ്പുണ്ടാക്കാനും തുടങ്ങി. നകുൽ ക്ലാസ്സിലേക്ക് വന്നപ്പോഴും ഇസ പഴയതുപോലെ തന്നെയാണ് പെരുമാറിയത്. അതുകൂടി കണ്ടപ്പോൾ ഗീതുവിന് ഇസയുടെ കാര്യത്തിൽ ഒരു എത്തും പിടിയും ഇല്ലാതെയായി. താൻ പറഞ്ഞതൊക്കെ അവൾ ഉൾക്കൊണ്ടുവന്ന സന്തോഷം നകുലിൻ്റെ മുഖത്തും കാണാമായിരുന്നു. പതിയെ പതിയെ അവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ തുടങ്ങി. നല്ലൊരു അധ്യാപകനും സ്റ്റുഡൻസ് എന്ന നിലയിലോ സുഹൃത്തുക്കൾ എന്ന നിലയിലോ എന്ന് തെളിച്ചു പറയാൻ കഴിയാത്ത പോലൊരടുപ്പം. അങ്ങനെയിരിക്കെ നകുൽ കുറച്ച് ദിവസം കോളേജിലേക്ക് വന്നതേയില്ല. ഇസയുടെ കോളുകൾക്കും മെസ്സേജിനു പോലും പ്രതികരണമില്ലാതിരുന്ന് അവളുടെ മനസ്സിൽ വല്ലാത്ത വേദനിപ്പിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ക്ലാസ്സിലേക്കുള്ള നകുലിൻ്റെ വരവ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. പതിവിൽ നിന്നും വിപരീതമായി കസവുമുണ്ടും കുർത്തയുമിട്ട് നെറ്റിയിൽ കുറിയും തൊട്ടായിരുന്നു നകുലിൻ്റെ വരവ്. അത് പക്ഷേ ഒരു ക്ലാസ് എടുപ്പിനായിരുന്നില്ല. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ ഗേസ്? അന്നേരം പിണക്കത്തോടെയുള്ള ഇസയുടെ നോട്ടം കണ്ടതും നകുൽ അവളെ നോക്കി പ്രത്യേകമായ ഒരു ചിരി ചിരിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ. പിന്നെ പാട്ട് പാടാൻ വന്നതാണോ? ഇസ പതിയെ ഗീതുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവായിരിക്കും. നാട്ടിലേക്ക് പോകുവാണ്. വരുന്ന സൺഡേ എൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ വരണ്ടേ സാർ? ക്ലാസ്സിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഏതോ ഒരുത്തൻ്റെ വക ചോദ്യം വന്നു. തൽക്കാലം വരണ്ട. നാട്ടിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്യാം, പോരെ? ഗീതുവിൻ്റെ നോട്ടം മുഴുവനും ഇസയുടെ നേർക്കായിരുന്നു. അവളുടെ മുഖത്താണിലൊരു മാറ്റവുമില്ല. എപ്പോഴും നകുലിൻ്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്ന പഴയ ഇസ തന്നെ. ഇസമ്മേ, എന്താടി? ദേ നകുൽ സർ കല്യാണം. ആ, സാർ കല്യാണം കഴിക്കാൻ പോണു. അതിനെന്താ പെണ്ണെ നിനക്ക്? ആ ചോദ്യം കേട്ടതും പിന്നെ ഗീതു ഇസയോടൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. ലഞ്ച് ബ്രേക്ക് ആയപ്പോഴേക്കും നകുൽ വാഗമരത്തിനടുത്ത് നിന്ന് ഇസയെ കൈയാട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മാഷേ എന്ന് പറഞ്ഞാണ് ഇസ നകുലിൻ്റെ അടുത്തേക്ക് ചെന്നത്. നകുൽ അവൻ്റെ ബുള്ളറ്റിൽ ചാരി നിന്നുകൊണ്ട് ഇസയെ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ആണോ? അതെന്തേ ഇപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ? ആ മീശ കൂടി പിരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ. അതെന്താ, പിരിക്കാലോ. ഞാൻ പിരിച്ചു തരട്ടെ സർ? ഒരുപാട് മോഹത്തോടെയുള്ള ആ ചോദ്യത്തിന് നകുൽ ചിരിയോടെ തലയാട്ടി. നകുലിൻ്റെ നോട്ടം മുഴുവൻ അവളുടെ കണ്ണിൽ പടർന്നിരിക്കുന്ന ചുവപ്പിലേക്കായിരുന്നു. എങ്കിലും അവൾ കരഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ഓരോ വിശേഷങ്ങൾ തിരക്കി നിന്നു. ഇസ, പറമാഷേ. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും നകുൽ ഇസ കല്യാണത്തിന് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് നേരെ നീട്ടി. അതും വാങ്ങിക്കൊണ്ട് അവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് മടങ്ങി. ഹോസ്റ്റലിൽ ചെന്നാണ് ഇസ കാർഡ് പോലും തുറന്നു നോക്കുന്നത്. അത് കണ്ടപ്പോൾ അറിയാതെ തന്നെ അവൾ നകുലിന് മുന്നിൽ മറച്ചു വെച്ച കണ്ണുനീര് അനുവാദം കൂടാതെ അടർന്നു വീഴാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ടാണ് ഗീതു അടുത്തേക്ക് ചെന്നത്. ഇൻവിറ്റേഷൻ കാർഡും പിടിച്ചിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ തന്നെ ഗീതുവിന് കാര്യം മനസ്സിലായി. ഇത്രയും നേരം അവൾ പിടിച്ചു നിന്നതാണെന്ന്. നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? പിന്നെയും എന്തിനാ? ഗീതു, എൻ്റെ ഫോണിങ്ങെടുത്തേ. എന്തിനാ? സാറിനെ വിളിക്കാനാണെങ്കിൽ വേണ്ട. അവർക്കിപ്പോൾ കല്യാണ തിരക്കിലായിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ആരെയും വിളിക്കുന്നില്ല. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഇപ്പോൾ പോകണം. ഈ സമയത്തോ? 6 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെത്താനാ? നാളെ രാവിലെ പോകാം. ഇക്ക നാട്ടിലുണ്ട് ഗീതു, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എനിക്കിവിടെ നിൽക്കണ്ട. കുറച്ച് ദിവസം അവർക്കൊപ്പം നിന്നിട്ട് വരാം ഞാൻ. എനിക്ക് പോകണം. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. 2 ദിവസത്തിനകം തിരികെ വന്നില്ലെങ്കിൽ ഞാനങ്ങ് വരും. ദേ കിടക്കണോ നിന്റെ ഫോണെടുത്ത് ബെഡിലിട്ടുകൊണ്ട് അവൾ കുളിക്കാനായിട്ട് അവരും എടുത്തു പോയി. ആ സമയം കൊണ്ട് അവൾ വീട്ടിലേക്ക് വിളിച്ചിക്കയോട് ഹോസ്റ്റലിലേക്ക് വരാൻ പറഞ്ഞു. അതിനുശേഷം നകുലിനെ വിളിക്കാനായി നോക്കുമ്പോൾ ആകെ ഒരു വിറയലായിരുന്നു ഉള്ളിൽ. എങ്കിലും അവൾ നകുലിനെ വിളിച്ചു. ഇസ. മറുതലക്ക് നിന്നുള്ള നകുലിൻ്റെ വിളി കേട്ടതും ഇസയുടെ കരച്ചിലായിരുന്നു അവൻ്റെ കാതുകളിലെത്തിയത്. എന്ത് പറഞ്ഞു ശരിയാകുമെന്നറിയാതെ അവൻ്റെ ഉള്ളം നീറുകയായിരുന്നു. നകുലിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ലാതെയായതും
പിന്നെ കേട്ടത് മുഴുവൻ അവനോടുള്ള ശകാരങ്ങളായിരുന്നു. ഒന്നിനും മറുപടി പറയാതെ നകുലെല്ലാം കേട്ടുനിന്നു. ദേഷ്യമൊന്നടങ്ങിയപ്പോൾ വീണ്ടും അവൾ തേങ്ങിക്കരയാൻ തുടങ്ങി. അന്ന് താൻ ആ മോതിരം കയ്യിൽ വെച്ച് തന്നപ്പോഴും ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇഷ്ടമാണെന്ന് പറഞ്ഞ പ്രതീക്ഷ. എടി കോപ്പെ, നിന്നോടല്ലേ സാറിനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയത്? സാറിന് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നിനക്ക് മാത്രം എന്തിനാ സ്നേഹം? വെച്ചിട്ട് പോടി. അത് പറഞ്ഞ് ഇസയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മാറ്റിവെച്ചു. ഗീതു പറഞ്ഞതെല്ലാം നകുൽ കേട്ടിരുന്നുവെങ്കിലും അവളുടെ അവസാനത്തെ വാക്കുകൾ അവനെയും വേദനിപ്പിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസയുടെ ഇക്ക വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇസ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ ചെന്ന് എല്ലാവരോടും തല്ലുകൂടിയും ഉപ്പാടെ കയ്യിൽ നിന്ന് ശകാരം കേട്ടുമൊക്കെ അവൾ അടിച്ചു പൊളിച്ചു തന്നെ. രാത്രിയാകുമ്പോൾ മാത്രമാണ് ഉള്ളിലെ സങ്കടങ്ങളെ പുറത്തേക്കെടുത്ത് കരയുക. ഈ സമ്മയുടെ പണ്ടേയുള്ള ശീലമാണത്. ആരുടെ മുന്നിലും കരയാതെ കഴിയുന്നത്ര പിടിച്ചു നിൽക്കും. കൈവിട്ടു പോയതാണെന്ന് അവൾക്ക് തന്നെ നന്നായി അറിയാം. കൃത്യം 2 ദിവസം കഴിഞ്ഞതും ഗീതുവിൻ്റെ വിളി വന്നു. അന്ന് തന്നെ ബാഗും പാക്ക് ചെയ്ത് അടുത്ത ട്രെയിൻ തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു. നകുലിൻ്റെ ഒഴിഞ്ഞ ക്ലാസ് വേളകളെല്ലാം പലരായി വന്നെടുത്തു പോയി. ചില ദിവസങ്ങളിൽ ആരും പഠിപ്പിക്കാൻ വരാതെയാകുമ്പോൾ അവൾ പുറത്തുള്ള വാഗമരവും അതിൽ നിന്ന് ഊർന്നു വീഴുന്ന പൂക്കളെയും നോക്കി മൗനമായിരിക്കും. ദിവസങ്ങൾക്ക് ശേഷം നകുൽ കോളേജിലേക്ക് വീണ്ടും തിരിച്ചെത്തി. പലയാവർത്തി അവൻ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴെല്ലാം അവളുടെ ഉള്ളിൽ പിടയുന്നുണ്ടായിരുന്നു. നകുലിൻ്റെ ആദ്യത്തെ വരവ് പോലെ തന്നെ ക്ലാസ്സുകൾ രസകരമായി മുന്നോട്ട് പോയി. കോളേജിലേക്ക് വരുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും നകുലിൻ്റെ മുഖത്ത് പോലും നോക്കാത്ത ഈസ സ്വയം നിയന്ത്രണം വിടുമ്പോഴെല്ലാം നകുലിനെ ഫോണിൽ വിളിച്ചു വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നതൊരു പതിവായിരുന്നു. തിരികെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവൾ ഫോൺ വയ്ക്കും വരെയും നകുലെല്ലാം കേട്ടിരിക്കും. അങ്ങനെ വേഗം കടന്നുപോയത് 2 വർഷമാണ്.